എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും യുഡിഎഫിന് അനുകൂലമാകുമ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സുപ്രധാനവും അതിനിർണായകവുമായ ചില തീരുമാനങ്ങൾ പറയുന്നുണ്ടെന്ന്. യുഡിഎഫിന്റെ മുന്നണിയിൽ ഇന്നെല്ലാം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി ലീഗ് മാറിയിട്ടുണ്ട്. 51 വീടുകൾ ഒച്ചയും ബഹളവുമൊന്നും ഇല്ലാതെ തന്നെയാണ് പാലുകാച്ചൽ വരെ നടത്തിക്കൊടുത്തത്. കോൺഗ്രസിനെ കൊണ്ട് എന്തേ പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ച് CPM ചർച്ചകൾ വഴിമാറ്റുന്നത് പോലും ഒരിക്കൽ തങ്ങൾ വാതിൽ തുറന്നിട്ട ലീഗ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ഉയർന്നു പോകുമ്പോൾ അത് പിടിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ കൊണ്ടായില്ലല്ലോ എന്ന കുത്തിത്തിരിപ്പൻ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സരിച്ച് 27 സീറ്റുകളിൽ 22 വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് UDFന് ഭരണം കിട്ടിയാൽ UDF എന്ന മുന്നണിയിൽ തങ്ങളുടെ കോളം എവിടെ എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങൾ തങ്ങൾ അടിവരയിട്ട് പറയുന്നുമുണ്ട്. ഒന്ന്, എല്ലാ എക്സിറ്റ് പോളുകളിലും മുഖ്യമന്ത്രി VD സതീശൻ എന്നതിനാണല്ലോ മുൻതൂക്കം എന്ന് ചോദിച്ചുകൊണ്ടാണ് സതീശനുള്ള ലീഗിന്റെ പിന്തുണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകുന്നത്. അടുത്തത്, മത്സരിച്ച് 27 സീറ്റിൽ 22ലും ഞങ്ങൾ വിജയിക്കും. അങ്ങനെ വിജയിച്ചാൽ UDF ഭരണത്തിൽ കോൺഗ്രസ് ഞങ്ങൾക്ക് അർഹമായ സ്ഥാനം നൽകും. ഇത്രയും കാലം അത് കോൺഗ്രസ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോയിന്റ് ചെയ്തുകൊണ്ടാണ് മന്ത്രിസ്ഥാനങ്ങളിൽ ലീഗിന് സാദിഖ് അലി തങ്ങൾ നിലയുറപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുകൂടി അദ്ദേഹം വരുത്തുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് ലീഗ് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. അതേക്കുറിച്ച് ചർച്ചകൾ പോലും നടന്നിട്ടുമില്ല. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചധികം തവണ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായ ഒന്നാണ് ലീഗിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാണ് കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. ഈ UDF ജനവികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് തങ്ങൾ മുമ്പ് പറഞ്ഞത്. അനന്തിനെയാണോ? അതെപ്പോഴും UDF അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയിൽ പിന്നെ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDFൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം തീർച്ചയായിട്ടും അതിപ്പോൾ ഞങ്ങള് പിന്നെ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവര് ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ഞങ്ങൾ തുടക്കം മുതൽ നിങ്ങള് ഈ ഇലക്ഷൻ തുടങ്ങിയാന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലി സാഹിബ് മുഖ്യമന്ത്രിയാവോ ഉപമുഖ്യമന്ത്രിയാവോ ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ആ UDFന് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും അതിനുകൂടിയുള്ള ഉത്തരമാണ് സാദിഖ് അലി തങ്ങൾ ഇന്ന് നൽകിയത്. ഇതേസമയം ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ മുരളീധരന് നേരെ മൈക്ക് നീട്ടിച്ചെന്നപ്പോൾ മുരളീധരൻ പറഞ്ഞത് 4-ാം തീയതി വരെ ഈ ചോദ്യവുമായി തന്റെ അടുത്ത് വരണ്ട എന്നാണ്. വന്നിട്ട് കാര്യമില്ല, ഒരു ഉത്തരവും കിട്ടാൻ പോകുന്നുമില്ല എന്നാണ്. ലീഗിന്റെ നിലപാട് മുരളീധരന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചിട്ട് പോലും മൈക്കിന് മുന്നിൽ നിന്നും തലയൂരുക എന്നല്ലാതെ മുരളീധരൻ 4-ാം തീയതി മാത്രമേ ഇതിനുത്തരം പറയുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. എന്താണെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അതിനുള്ള മറുപടിയായിട്ടുള്ള മുരളീധരന്റെയും ഒക്കെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഏതായാലും ഞാൻ പറഞ്ഞത് 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ള കാര്യമൊക്കെ അന്ന് ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇന്ന് തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സമയമുണ്ട് ധാരാളം. എങ്ങനെ? അല്ല, അങ്ങനെ ഒരു തോന്നലിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് ഘടകകക്ഷികളോട് ഞങ്ങൾ വിവരം അറിയിക്കും. ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു വികാരം എന്ന് അറിയിച്ച് അവരുടെ കൂടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് പ്രഖ്യാപനം നടത്തുക. അല്ലെങ്കിലും ഘടകകക്ഷികളാരും പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പരസ്യമായിട്ടും പറഞ്ഞില്ല, രഹസ്യമായിട്ടും പറഞ്ഞിട്ടില്ല. ഇല്ല, സാധാരണ പറയാറുമില്ല, പറഞ്ഞിട്ടുമില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് 4-ാം തീയതി പറയാം. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയില്ല. ഞാൻ നിങ്ങൾ എത്ര കുത്തി ചോദിച്ചാലും 4-ാം തീയതി കഴിയാതെ ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന സർവേയില് പട്ടികവർഗാവില് ബലാബലാണല്ലോ, അപ്പൊ അതും കൂടെ കഴിഞ്ഞോട്ടെ. ബലാബലം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം.